ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ചെറുപയർ പായസം റെസിപ്പിയാണ്. പാലും ചെറുപയറും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പായസമാണിത്. പരിപ്പ് പായസം ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പവുമാണ്, അതിലേറെ രുചിയുമുള്ളതാണ് ഈ ചെറുപയർ ഉപയോഗിച്ചുള്ള പായസം. ചെറുപയർ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 100 ഗ്രാം ചെറുപയർ 1 മണിക്കൂറോളം കുതിർത്തി വെച്ചെടുത്തതാണ്. അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചെറുപയർ കുതിർത്തി വെക്കാതെയും വെക്കാം. ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുതിർത്തി വെച്ചത്. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റായി കുക്ക് ചെയ്യാൻ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെച്ചതാണ്. ചെറുപയർ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പയർ കുതിർത്തി വെക്കാതെ കുക്കറിലിട്ട് ഒരു 3 വിസിലടിച്ചാൽ മതി, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അടുത്തതായിട്ട് പായസത്തിന് കട്ടി വരാൻ വേണ്ടി 1 ടീസ്പൂണ് അരിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ പാലൊഴിച്ച് കലക്കിയെടുക്കണം. ഞാനിവിടെ പായസത്തിന് ആവശ്യമായിട്ട് 200 ml പാലാണ് എടുത്തേക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് ഈ അരിപ്പൊടിയിലോട്ട് ഒഴിച്ച് നല്ലോണം കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുക്കണം. ഈ പാല് ഞാൻ ഫസ്റ്റിലൊന്ന് തിളപ്പിച്ചെടുത്തതാണ്. തിളപ്പിച്ചിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചതായിരുന്നു. പാല് പായസത്തിൽ ഒഴിക്കുമ്പോൾ ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ്. ഇനി ഇത് നല്ലോണം കട്ടയൊന്നുമില്ലാതെ കലക്കിയിട്ട് വേണം നമുക്ക് പയറിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ അരിപ്പൊടി കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് പയറിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. അരിപ്പൊടി പാലിൻ്റെ അകത്ത് കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം ഇളക്കി എടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി എടുത്തിട്ട് വേണം ഇതിലോട്ട് ശർക്കര ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ 100 ഗ്രാം ശർക്കര ഉരുക്കി അരിപ്പയിലോട്ട് ഒഴിച്ച് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് മധുരം ബാലൻസിനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അരിപ്പൊടി ഇട്ടത് കൊണ്ട് അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച പാല് ഒഴിച്ചു കൊടുക്കാം. പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗവൊന്ന് മാറ്റാം. ഇതിലേക്ക് ഇനി ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ നല്ല ജീരകത്തിൻ്റെ പൊടിയോ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ നല്ല ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകം എന്ന് പറഞ്ഞാൽ ചെറുജീരകം. ഇതിനി അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാല് നേരത്തെ തിളപ്പിച്ചെടുത്ത പാലാണല്ലോ ഒഴിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിനായിട്ട് ഇനി ഒരു വറവ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വറവ് വയ്ക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ചൂടായതിന് ശേഷം ഇതിലോട്ട് തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പം തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പായസത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായം കമൻ്റായി അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇതുപോലെ നല്ല ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.